ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അപ്സൈക്കിൾ വീഡിയോ ആണ് കേട്ടോ. ഇതേപോലെ ഇത് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഓൾഡ് ക്ലോത്താണ്. അപ്പോൾ അതിലിങ്ങനെ കറയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാനത് ഇട്ടിട്ടുള്ള ലുക്ക്. ഇതാണ് ആ ഓൾഡ് ലുക്ക് കേട്ടോ. അത് നമ്മൾ മാറ്റിയിട്ടൊരു ന്യൂ പൊങ്കൽ ഔട്ട്ഫിറ്റ് ആക്കിയിട്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറയൊക്കെ ഉണ്ട്. അത് നമ്മൾ എത്ര നോക്കിയിട്ടും പോകുന്നൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പം രണ്ട് പാർട്ടാക്കി കട്ട് ചെയ്ത് വെച്ച് താഴത്തേക്കുള്ളൊരു പോർഷൻ, മേലത്തെ പോർഷൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ആ വർക്ക് വരുന്ന പോർഷൻ കണ്ടോ, ആ കോളറിൻ്റെ അവിടെയൊക്കെ അതിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുമ്പ് മാറ്റിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ക്ലോത്തിൽ വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വേണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോൾ കട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനും. അങ്ങനെ ഞാൻ ആ കോളറിൻ്റെ ആ പോർഷൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്നില്ലേ, അങ്ങനെയാണ് ഞാനത് ഔട്ട്ഫിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ആ സ്ലീവിൻ്റെ പോർഷനിൽ കൂടെ ഇങ്ങനെ ഈ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, ഫ്രണ്ടിൽ ആ പ്ലീറ്റഡ് വരുന്ന പോർഷൻ അവിടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ആ നെക്കിൽ നമ്മൾ ആ കോളറിൻ്റെ പോർഷൻ കാണിച്ചു തന്നില്ലേ, അതുകൂടെ അതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ബാക്ക് ലുക്കാണ്. ബാക്കിൽ ഇങ്ങനെ ആ ഒരു എംബ്രോയ്ഡറി വരുന്ന രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിലത്തെ പോർഷനായിരുന്നല്ലോ കറയായത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ മാറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ മെറ്റീരിയലാണ് രണ്ട് സൈഡിലും ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഏകദേശം ലുക്ക്. ഇനി നമുക്ക് കൈയിൻ്റെ ഇവിടെ ഫിനിഷ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടേ ഉള്ളൂ ഞാൻ. അപ്പോൾ അവിടെ ഒന്ന് ഫിനിഷ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സ്ലീവിൻ്റെ ആ എംബ്രോയ്ഡറി വരുന്ന ഒരു പോർഷൻ, അതുകൂടെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. കാരണം ഒന്ന് ഫിറ്റിൽ ആ ടോപ്പ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ജോയിൻ ചെയ്ത് കൊടുത്തത്. അല്ലാതെ അത് വേസ്റ്റും ആണല്ലോ. അപ്പം നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് യൂസ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഈ ഒരു ഫ്ലെയറിൻ്റെ ആ പോർഷന് ചെറിയൊരു കറയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൂടെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഓൾ ഓവർ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനൊന്ന് ലെങ്ത്ത് ഷോർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാലേ നമുക്ക് സ്കേർട്ടിൻ്റെ ഒപ്പം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെങ്ത്ത് ഒന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതും ഇങ്ങനെ ഫ്രില്ല് ആക്കിയിട്ട് വരുന്ന രീതിയിൽ അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് നോർമൽ മെഷീനാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പ്ലീറ്റ്സൊക്കെ ചെയ്തിട്ടെടുക്കാൻ കുറച്ചൊരു ടാസ്ക്കാണ് കേട്ടോ. കുറച്ച് നമ്മളിങ്ങനെ പ്ലീറ്റ്സൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ പയ്യെ വേണം ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഏകദേശം ഓൾമോസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഞാൻ വിചാരിച്ചൊക്കെ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് ഭയങ്കര പ്ലെയിൻ ആയ പോലെ തോന്നി ആ ഫ്രണ്ട് പോർഷൻ. അപ്പോൾ ഞാൻ അതിൽ എന്തെങ്കിലും ഒരു എംബ്രോയ്ഡറി കൂടെ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ സ്റ്റിച്ചിൻ്റെ പേര് ഇത് ഹെറിൻബോൺ ആണെന്നാട്ടോ തോന്നുന്നത്. പഠിക്കുന്ന സമയത്തൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ടൊക്കെ കുറേ ആയില്ലേ, അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. അതുതന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഓൾറെഡി അതിൽ എംബ്രോയ്ഡറി ചെയ്ത ഒരു മെറ്റീരിയലാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എംബ്രോയ്ഡറി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വൺ സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, സെക്കൻഡ് സൈഡ് കൂടെ അങ്ങനെ ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ ആ മാച്ചിങ് ത്രെഡൊക്കെ എടുത്തിട്ട് രണ്ട് സൈഡും കറക്റ്റായിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ. ഓൾറെഡി എൻ്റെ അടുത്തുള്ളൊരു സ്കേർട്ട് ഉണ്ടായിരുന്നു, സ്കേർട്ടിൻ്റെ ഒപ്പമാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. രണ്ട് വൈറ്റ് കളർ എന്താണെങ്കിലും നമുക്ക് നല്ല ഭംഗിയാണല്ലോ കാണാൻ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്ന് ഞാൻ പൊങ്കലൊക്കെ അല്ലേ, അപ്പോൾ ചെറിയൊരു തട്ടിക്കൂട്ട് കോലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വീഡിയോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.